ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് ഖത്തർ എയർപോർട്ട്. ഇവിടുന്ന് ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പും കുറച്ച് ലോഞ്ചിലിരിക്കും വേണം, കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണി. ഇപ്പോൾ സമയം 5:50. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഖത്തറിലെ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി അടുത്ത ഫ്ലൈറ്റിലേക്ക്, ഫിൻലാൻഡിലേക്കുള്ള ഫ്ലൈറ്റാണ്. ഫിൻലാൻഡിലേക്ക് പോകണം. അതിൻ്റെ മുമ്പ് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്, സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസാണ്. ഇവരെ ഒരു സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. ഇവരിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ നടന്നു. ഒരുപാട് നീളത്തിലുള്ളൊരു വലിയൊരു സ്ക്രീനാണ്. വലിയൊരു എയർപോർട്ടാണ് ഈ ഖത്തർ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അതിൻ്റെ മുന്നേ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാണെന്ന് അറിയണം. കാരണം കോഴിക്കോട് നിന്ന് കിട്ടിയ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ എഴുതിയിട്ടില്ല. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളി ഖത്തറാണ്, എയർപോർട്ടാണ് ഖത്തർ. ഞാൻ മുമ്പ് പലതവണ ഖത്തറിൽ വന്നിട്ടുണ്ട്. 2010 ആദ്യമായിട്ട് ഖത്തറിൽ വന്നിട്ടുള്ളത്. അത് ഖത്തർ കാണാൻ വേണ്ടി വന്ന സമയത്ത് വന്നതാണ്. പിന്നെ വേറെ പല യാത്രക്ക് ഈ വഴിക്കാണ് പോയിട്ടുള്ളത്. തുർക്കി യാത്രക്ക് ഖത്തർ എയർവേസിനാണ് ഖത്തറിൽ വന്നിട്ടാണ് പോയിട്ടുള്ളത്. 2014 ഏപ്രിൽ 30 ഈ പുതിയ എയർപോർട്ട് പണിയച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഖത്തർ എയർവേസിൻ്റെ തന്നെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാണ് ഇത് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മുൻ അമീർ അവരെ ആയിരുന്ന ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ പേരിലാണ് ഈ വിമാനത്താവളത്തിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് നമ്പർ കണ്ടിട്ടുണ്ട്. ഗേറ്റ് നമ്പർ C28. അപ്പോൾ ഇനി C28 അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല സൂപ്പർ എയർപോർട്ടാണ്, നല്ല ക്ലീനാണ്, അടിപൊളി. ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രക്കാരുണ്ട്. ഖത്തർ എയർവേസിന് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ഉണ്ട്. 2021 വേൾഡ് എയർപോർട്ട് അവാർഡിന് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ലഭിക്കുന്ന ആദ്യത്തെ മിഡിൽ ഈസ്റ്റിലെ എയർപോർട്ടാണ് ഈ ഖത്തർ എയർപോർട്ട് ഉള്ളത്. 2021, 22, 23, 24 ഈ വർഷങ്ങളിൽ കംപ്ലീറ്റ് ഈ ഖത്തർ ഈ ഹാമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനാണ് വേൾഡ് എയർപോർട്ടിലെ ഫസ്റ്റ് റാങ്ക് ഉള്ളത്. ടോപ്പ് 10 കണക്കാക്കലുണ്ട്. അപ്പോൾ ആ ടോപ്പ് 10 ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഹാമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. സിംഗപ്പൂരിൻ്റെ ചാങ്കി എയർപോർട്ടിൻ്റെ 7 വർഷത്തെ ആധിപത്യം അവസാനിപ്പിച്ചിട്ടാണ് ഈ 2021 ഖത്തറിന് ബെസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ബോഡിയും അതിന് പുറമെ നമ്മളെ ഹാൻഡ് ബാഗ് ചെക്കിങ്ങുള്ള ഏരിയയാണ്. ഇവിടെ കുറച്ചുള്ള വീഡിയോ എടുക്കാൻ പറ്റുക, അധികം വിശാലമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെക്കിങ്ങിൽ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലോഞ്ചിൽ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഖത്തറിലും ഈ ലോഞ്ചുണ്ട്. നമ്മുടെ 2 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന അതുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ കയറിയിട്ടില്ല. ഇത് ഒരുപാട് വിശാലമായിട്ടുള്ള എയർപോർട്ടാണ്. ക്യാമറ ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ. ഈ C28 നമ്മുടെ ഡോറ്. ഏകദേശം സമയമായിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള. ഫ്ലൈറ്റിലേക്ക് ബസ്സിന് പോകണം. അപ്പോൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ദൂരമുണ്ട്, കുറച്ചങ്ങോട്ട് ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ സമയം 8:40 ആയിക്കിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയ സമയത്ത് നമ്മുടെ ഫിൻലാൻഡിലുള്ള
ഒരു ഭാര്യയും ഭർത്താവും. ഇവർ മലേഷ്യയിൽ നിന്ന് വരികയാണ്. അവിടെ ഡിസൈനർമാരാണ്. ഹൈറ്റ് കൂടുതൽ ഭാര്യക്കാണ്. മറ്റേ ആൾ ഒരു ഫിൻലാൻഡുകാരാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഫിൻലാൻഡിലെ ക്യാപിറ്റലാണ് ഹെൽസിങ്കി. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ അതിലേക്ക് കയറുകയാണ്. ഇവിടെയും വിൻഡോ സീറ്റ് തന്നെയാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പം വിമാനത്തിലേക്ക് കയറുകയാണ്. ഇനി വിമാനത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് നമ്മളെ വക്കീൽ സാറാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ അടുപ്പിച്ച് തന്നെ ഞങ്ങളുടെ സീറ്റും കാര്യങ്ങളും ഉള്ളത്. ഫ്ലൈറ്റിൽ കയറുന്ന ഡോറ് വരെ നമുക്ക് വീഡിയോ എടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീഡിയോ അലൗഡല്ല. പിന്നെ അവിടെ എത്തി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ കണ്ടല്ലോ ഡിസ്പ്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയർ ഹോസ്റ്റസ്മാർ പറയലില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ഡിസ്പ്ലേയിൽ കാണുക. ഇത് ഒരു റോയൽ 9 സീറ്റുള്ള ഫ്ലൈറ്റാണ്. കുറച്ച് വലിയ ഫ്ലൈറ്റാണ്. ഇതിലും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിലാണ് പിന്നെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. ബാക്കിലുണ്ടായ ഒരുപാട് സൗകര്യങ്ങളുണ്ടായ പിന്നെ പറയുന്നുണ്ട്. എട്ട് 50 ഫ്ലൈറ്റ് പൊന്തിയിട്ടുള്ളത്. 7 മണിക്കൂർ യാത്ര എടുക്കും ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ ഹെൽസിങ്കിക്കുള്ള യാത്ര. ഇത് ഖത്തറിൻ്റെ മുകളിൽ നിന്ന് പുറപ്പെട്ട് ഇത് റൂട്ടൊക്കെ ഇതിൽ ശരിക്കും ഇങ്ങനെ കാണാം. നല്ല ഇത് കുറച്ചും കൂടി ക്ലിയറും കുറച്ചും കൂടി ക്വാളിറ്റിയും കുറച്ചുകൂടി വൃത്തിയും ഒക്കെ ഉള്ളൊരു ഫ്ലൈറ്റാണ്. മറ്റേ കാലിക്കറ്റിൽ നിന്ന് ഖത്തറിൽ വന്നതിനെക്കാട്ടും നല്ല സൗകര്യമുള്ള നല്ല ഫ്ലൈറ്റാണ്. പിന്നെ ഇതിൽ സിനിമകളുണ്ട്. ഒരു 8ഓളം മലയാള സിനിമകളുണ്ട് ഇട്ടിട്ടുള്ളത്. എയർ ഹോസ്റ്റസ്മാർ വന്ന ഉടനെ തന്നെ വെള്ളം കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസ്. ഞാൻ എൻ്റെ മൊബൈലൊന്ന് ചാർജ് വെച്ചതാണ്. ഇതിൽ USB ചാർജുള്ള എല്ലാത്തിനും ചാർജ് ചെയ്യാം. നമ്മളെ ക്യാമറക്കും ചാർജ് ചെയ്യാം, മറ്റും ചാർജ് ചെയ്യാം. അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇതിലുള്ളത്. നമ്മുടെ സ്ഥിരം ആപ്പിൾ ജ്യൂസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് ഓപ്ഷനാണ്. അത് മറ്റുള്ള ജ്യൂസ് നമുക്ക് കിട്ടും വേണമെങ്കിൽ. വെള്ളമുണ്ട്, പിന്നെ ഫ്രൂട്ടുണ്ട്. ഇത് പൊളിക്കാണ്. ഇത് ഞാൻ ബീഫും ഒരു വൈറ്റ് കളറിലുള്ളൊരു പുമാവുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല സാധനമാണ് തോന്നുന്നു. ഇത് ഷമാമ. ഇത് ചോക്ലേറ്റും അതിൽ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി പോലെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. കുഴപ്പമില്ല. ഇത് പൊളി ടേസ്റ്റാ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഈ പകൽ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റിൽ രാത്രിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്ലൈറ്റ് യാത്ര പകലാണ്. എന്നാലും ഇവർ ലൈറ്റൊക്കെ ഇടയ്ക്ക് ഓഫാക്കിയിടും. ഇപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇത് സ്ക്രീൻ ഇങ്ങനെ കളറ് മാറ്റുന്നുണ്ട്. നമുക്ക് ബ്ലൂ കളറാക്കാം, ബ്ലാക്ക് ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഫ്ലൈറ്റിൽ. ഇത് ബാക്കിലാണ്. ബാക്കിൽ എയർ ഹോസ്റ്റസ്മാരുടെ കിച്ചണും ഏരിയയും കാര്യങ്ങളാണ്.
ഈ ബാക്ക് സീറ്റ് എടുത്താലുള്ളൊരു സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പോയിട്ട് നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ എയർ ഹോസ്റ്റസ്മാരെ സൈഡിൽ പോയി നിൽക്കുക. അവർ വലിയ പ്രശ്നമൊന്നും പറയുന്നില്ല. കുറേ നേരം ഇരിക്കുന്ന സമയത്തൊന്ന് കാലൊക്കെ നിർത്തി വെക്കണമെങ്കിൽ ബാക്കിലാവുമ്പോൾ നല്ല സൗകര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലൈറ്റ് യാത്ര പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഏറ്റവും സൂപ്പറായിട്ടുള്ള യാത്ര ഞാൻ കണ്ടിട്ടുള്ളത് കപ്പൽ യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ യാത്ര, പിന്നെ ബസ് യാത്ര. ഈ ഫ്ലൈറ്റ് യാത്ര കൂടുതലും എനിക്ക് തീരെ ഇഷ്ടമില്ല, പ്രത്യേകിച്ചും കൂടുതൽ സമയമാകുന്ന സമയത്ത്. ഇത് ബാക്ക് ഞങ്ങളെ ഒരു സീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സീറ്റാണ്. ഇരുന്ന് മടുത്തു പോകും നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര കൂടുതൽ സമയം. പ്രത്യേകിച്ച് 7 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ. ഇത് കംപ്ലീറ്റ് മാപ്പുകളൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ കാണിക്കുക. ഏതിൽ കൂടിയാണ് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നത്, എത്ര ദൂരമുണ്ട്, എത്ര ഹൈറ്റിലാണ് ഫ്ലൈറ്റ് നിൽക്കുന്നത് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് സ്ക്രീനിൽ കാണിക്കും. ഇടയ്ക്ക് പൈലറ്റ് വിളിച്ച് പറയുകയും ചെയ്യും മൈക്കിലൂടെ. ഈ ബാക്ക് ഭാഗത്ത് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും കാര്യങ്ങളും കുടിക്കുക. ഇത് ഗൾഫ് ഓഫ് ഫിൻലാൻഡ് എന്ന് പറയും. ഫിൻലാൻഡിൻ്റെ ഉൾക്കടൽ. ഈ ഗൾഫ് ഓഫ് ഫിൻലാൻഡിൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ ഫിൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതിന് പിന്നെ ബാക്കിയുള്ള 4 അതിരുകൾ ഉണ്ട്. ആ ഉൾക്കടലിൻ്റെ തെക്ക് എസ്റ്റോണിയാണ്, പിന്നെ അതിൻ്റെ കിഴക്ക് സ്വീഡനാണ്, പിന്നെ മറ്റേ ഭാഗം റഷ്യയാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഹെൽസിങ്കി എയർപോർട്ടാണ്. നല്ല സൂപ്പർ ലുക്കാണ്. കൂടുതലും മരങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളാണുള്ളത്. പച്ചപ്പ്. നമ്മുടെ ഖത്തറിലെത്തിയ സമയത്ത് പച്ചപ്പ് തീരെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പച്ചപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിലാണുള്ളത്. ഈ ഫിൻലാൻഡിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, ഫിൻ എയർ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. കൂടുതൽ സമയമായിട്ട് നിങ്ങൾ ആരും കാണൂല. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.